അപ്പോൾ എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ അടുത്തൊരു ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നവോത്ഥാന നായകർ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്തെ അതിനകത്തെ ഒരു സബ് ടോപ്പിക്കായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതായത് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നവോത്ഥാനം എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു അടിസ്ഥാനം കേരളത്തെ സംബന്ധിച്ച് ജാതീയത ഒരു ഭയങ്കര അടിസ്ഥാനമായിരുന്നു. അത് ഭയങ്കര അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുക, കേരളത്തിലെ പുരോഗതി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ ആ ഒരു നവോത്ഥാനമായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നവോത്ഥാന നായകരിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് അരുവിപ്പുറം പ്രസ്ഥാനമാണ്. ഓക്കെ, അരുവിപ്പുറം പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന അരുവിപ്പുറം പ്രസ്ഥാനം. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പം ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് ആരാണ് കേരളത്തിലെ നവോത്ഥാന നായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആള് അല്ലേ. ഇപ്പം ഇന്ത്യയിലെ നവോത്ഥാന നായകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരുടെ അടുത്ത് പോകും, പേര് ആരാണ്, പേര് രാജാ റാം മോഹൻ റോയ് അല്ലേ. അപ്പം അങ്ങനെ കേരളത്തിലെ നവോത്ഥാന നായകനായിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു, രണ്ടാം ബുദ്ധൻ എന്നൊക്കെ പറയുന്ന ആള് അല്ലെ. ജി ശങ്കർക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ എന്തെന്ന് പറയുന്നത് രണ്ടാം ബുദ്ധൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ട്. ഈ വിശേഷണങ്ങൾ നമ്മൾ നവോത്ഥാന നായകരുടെ ഓരോരുത്തരെയും പേര് നമ്മൾ നോക്കി അവർ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിശേഷണങ്ങൾ കൂടുതൽ ഉള്ള കാര്യങ്ങളൊക്കെ പറയും. അതായത് ഇതിൻ്റെ കൂടെ തന്നെ ശ്രീനാരായണ ഗുരു മാത്രമല്ല, പണ്ഡിറ്റ് കറുപ്പൻ, അതുപോലെ പിന്നെ ആരുള്ള പൊയ്കൽ യോഹന്നാൻ, ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ, ആറാട്ടുപുഴ വേലായുധൻ, അങ്ങനെ ഒരുപാട് നവോത്ഥാന നായകരുണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ ഒരു പേരുകളും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം നമുക്ക് നോക്കിപ്പോ. അപ്പം ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടതാണ് ഈ പറയുന്ന അരുവിപ്പുറം പ്രസ്ഥാനം. അപ്പം അരുവിപ്പുറം പ്രസ്ഥാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, വർഷം ഏതാ, 1887 പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടക്കുകയാണ്. അതായത് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ഈ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള നെയ്യാറ്, ഈ നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് ഒരു കല്ലെടുത്തിട്ട് എന്താണ് അത് ശിവനായിട്ട് സങ്കല്പിച്ച് അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രം പണി കഴിഞ്ഞത് 1887 അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ് വരുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അപ്പോൾ ഈ പ്രതിഷ്ഠയിൽ ശിവനെയാണ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായി. കാരണം അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഈ തൊട്ടുകൂടായ്മയും ഇതൊക്കെ ഉള്ളതാണ്. ഇവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അതായത് അധസ്ഥിത വിഭാഗത്തിലുള്ളവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊരു വിഭാഗമായിരുന്നു ഈഴവരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന നേതാവായ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരു. അപ്പം അതിൻ്റെ നേതാവ് എന്ന് പറയുന്നതിലും ഉപരി കേരളത്തിലെ അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്നൊക്കെ പറയുന്നതാണ് കൂടുതൽ ശരി. ഓക്കെ, അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് അവിടെ സ്ഥാപിക്കുകയാണ്, ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന 1888 അരുവിപ്പുറം പ്രതിഷ്ഠ എന്നുള്ളൊരു കാര്യം. ശ്രീനാരായണ ഗുരു ഏറ്റവും ആദ്യം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം എന്നും കൂടി അതിനെ കണക്കാക്കാം. അപ്പം ഈ ഒരു സമയത്ത് പ്രശ്നമുണ്ടായി. അവിടെ മേൽജാതിയിലുള്ളവരൊക്കെ വന്നിട്ട് ഇതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്, ഞാൻ ഈഴവ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ പിന്നെ അവിടെ ഉത്തരം മുട്ടി. അപ്പോൾ പിന്നീട് അവിടെ ഈഴവർ ആരാധന തുടങ്ങിയും അവർക്ക് അവിടെ ഒരു ക്ഷേത്രം പണിത് അവിടെ ക്ഷേത്രത്തിൽ കയറുകയും ഒക്കെയാണ് കൊണ്ടായത്. ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞത് 1887 പ്രതിഷ്ഠിച്ചത് 1888 ശിവരാത്രി ദിനത്തിൻ്റെ അന്നാണ് കേട്ടോ, ശിവരാത്രി ദിനത്തിൻ്റെ അന്നാണ്. അപ്പം ഈ 1887 അരുവിപ്പുറം പ്രതിഷ്ഠയാണ് ഈ ഒരു ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം എന്നൊക്കെ പറയാവുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വളരെയധികം ശ്രദ്ധ കിട്ടിയ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണ്, വൈക്കം സത്യാഗ്രഹം അല്ലെ. കോട്ടയത്തെ വൈക്കത്തുള്ള അല്ലെങ്കിൽ ആ വൈക്കത്തെ മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ആയിട്ടുള്ള ഒരു നടപ്പാത, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം. അതായത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ആ ഒരു വഴി അധസ്ഥിത വിഭാഗക്കാർക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അത്രേ. അപ്പോൾ ഈ ഒരു കാരണം മുൻനിർത്തിയാണ് ആ സമയത്ത് അവർക്കും കൂടെ വഴി തുറന്നു കൊടുക്കുന്ന രീതിയിൽ ആകണം ആ ഒരു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വർഷം 1924 നമ്മൾ നോക്കാം. അപ്പം
നമുക്ക് വൈക്കം സത്യാഗ്രഹം നോക്കാം. ഇവിടെ ഞാനത് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ ഹെഡിങ്. ഓക്കെ, അപ്പം കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിലെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്നതാണ് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇത് ആദ്യമായിട്ട് പൊതുവേദിയിൽ ആരാണ് ഉന്നയിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? അത് TK മാധവനാണ് കേട്ടോ. TK മാധവനാണ്. അദ്ദേഹം 1917 അദ്ദേഹത്തിൻ്റെ പത്രമായ ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ ഉണ്ട്, അതായത് മുഖമെഴുത്ത് എന്നൊക്കെ പറയും. അപ്പം അതിലൂടെയാണ് മുഖപ്രസംഗം എന്ന് പറയും. അപ്പം അതിലൂടെയാണ് ഈ പറയുന്ന പ്രശ്നം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ ഉന്നയിക്കുന്നത്. അന്നത്തെ കാലത്ത് പത്രങ്ങളിലൂടെയാണ് ആളുകളിലേക്ക് ചിന്തകളും ഒക്കെ എത്തിക്കുന്നത്. ചിന്തകൾ, അതുപോലെ പ്രശ്നങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. കാരണം നോർമലൈസേഷൻ എന്നൊരു പറയുന്നൊരു കാര്യം അന്നും ഉണ്ടായിരുന്നു. അതായത് ഇതൊക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടവരാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയിലായിരുന്നു അന്ന് അധസ്ഥിത വിഭാഗത്തിലുള്ളവരൊക്കെ കുറേ പേരെങ്കിലുമൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലേക്കെല്ലാം ഈ പറയുന്ന ജ്ഞാനം തുറന്നു കൊടുക്കുന്നത് പത്രങ്ങളിലൂടെയും ഒക്കെയായിരുന്നു. ഇപ്പം ചിന്തകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 1857 റിവോൾട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് അന്ന് ഈ ആശയങ്ങൾ കാര്യങ്ങളെല്ലാം ഏതിലൂടെയാണ്? പത്രങ്ങളിലൂടെ എഴുതി ആണ് അന്ന് പ്രസിദ്ധീകരിക്കുകയും എല്ലാം ചെയ്തിരുന്നത്. പല മീഡിയം ഉണ്ട്, അതിൽ ഒരു മീഡിയം പത്രം കൂടെ ആയിരുന്നു. അപ്പം ഇവിടെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പത്രത്തിലൂടെ, അല്ലെങ്കിൽ തൻ്റെ പത്രമായ ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതായത് എഡിറ്റോറിയലിലൂടെയാണ് അത് എത്തിച്ചിരുന്നത്. തുടർന്ന് 1921 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റി ഈ വിവേചനം നീക്കാനായിട്ടുള്ള ഒരു പ്രചാരണത്തിന് തുടക്കമിട്ടു. അതായത് 1917 ഇതൊരു പൊതുപ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആളുകളിലേക്ക് ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം ഈ പറയുന്ന 1921 തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റിയിലേക്കും ഈ ഒരു കാര്യങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആളുകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഇതൊക്കെ വേണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചും എല്ലാം തന്നെ എന്ത് ചെയ്തു? ഇതൊരു പ്രശ്നമാക്കുകയാണ് പിന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇതിന് ശേഷം കാക്കിനഡയിൽ വെച്ചിട്ട് ഒരു കോൺഗ്രസ് സമ്മേളനം നടക്കുന്നുണ്ട്. വർഷവേദ 1923 കേട്ടോ. 1923 കാക്കിനഡയിൽ വെച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് സമ്മേളനം. ഈ ഒരു സമ്മേളനത്തിലും എന്ത് ചെയ്യുന്നു? ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുകയും അതിനുശേഷം ഈ പറഞ്ഞ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി അയിത്തോച്ചാടനം ഒരു പ്രധാന വിഷയമാക്കി ഏറ്റെടുക്കണം എന്ന് ആ ഒരു സമ്മേളനത്തിൽ പാസ്സാക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പം ആ ഒരു വർഷം 1923 അത് കാക്കിനഡ നടന്ന INC സമ്മേളനമാണെന്നൊരു കാര്യം ഓർക്കുക. അത് പൊതുവെ INC സമ്മേളനങ്ങൾ നിങ്ങൾ PSCയിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ ചോദ്യം വരുന്നതാണ്. അപ്പോൾ 1923 കാക്കിനഡ സമ്മേളനമാണ്. അപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്? അയിത്തോച്ചാടനം പ്രധാന വിഷയമാക്കിയ ഒരു സമ്മേളനമാണ് ഈ പറയുന്ന 1923 കോൺഗ്രസ് സമ്മേളനം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അപ്പം ഈ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി ഇതൊരു പ്രധാന വിഷയമാക്കി ഏറ്റെടുക്കണം എന്നുള്ള ഒരു പ്രമേയം ഇവിടെ പാസ്സാക്കുന്നത്. അങ്ങനെ 1924 മാർച്ച് 30 ഒരു പ്രത്യേക ഒരു കാര്യം നടക്കുകയാണ്. എന്താണ്? വൈക്കം സത്യാഗ്രഹം. നമ്മൾ നേരത്തെ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം ഈ പറയുന്ന 1924 മാർച്ച് 30 അവിടെ ആരംഭിക്കുകയാണ്. അതായത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വൈക്കം ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ളൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ അധസ്ഥിത വിഭാഗത്തിലുള്ളവർക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല, നടക്കാൻ അനുവാദമില്ല, സഞ്ചാര സ്വാതന്ത്ര്യമില്ല. അപ്പം ഇതൊരു പ്രധാന വിഷയമാക്കി എടുത്ത് എന്ത് ചെയ്യുന്നു? അവിടെ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. അപ്പം ഈ സത്യാഗ്രഹം തുടങ്ങുന്നത് 1924 മാർച്ച് 30 ഇത് അവസാനിക്കുന്നത് 1925 നവംബർ 30 ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇതിനകത്ത് പ്രധാന നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആരാണ്? TK മാധവൻ, നമ്മൾ നേരത്തെ പറഞ്ഞ TK മാധവൻ, അതുപോലെ എന്താ KP കേശവമേനോൻ, K കേളപ്പൻ എന്നിവരാണ് ഇതിൻ്റെ ഒരു മുൻനിരക്കാരായിട്ട് അല്ലെങ്കിൽ പ്രധാന നേതാക്കളായിട്ട് നിന്നത്. അതുപോലെ തന്നെ എത്തിയവരാണ് ആര്? ജോർജ് ജോസഫും EV രാമസ്വാമി നായ്ക്കരും. ഇവിടെ KP കേശവമേനോൻ പിന്നീട് ഇതിൻ്റെ ഒരു അഭാവത്തിൽ അല്ലെങ്കിൽ പിന്നീട് പുള്ളിക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നപ്പോൾ ആരാണ്? ജോർജ് ജോസഫാണ് അതിന് പകരമായിട്ട് ഈ ഒരു നേതൃത്വം ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വൈക്കം ഹീറോ എന്നൊക്കെ പറയും. വൈക്കം വീര്യർ എന്ന് മലയാളത്തിൽ പറയും, വൈക്കം ഹീറോ എന്ന് പറയും. അതുപോലെ എന്താണ്? പെരിയോർ എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങളിലൂടെ തന്നെ അല്ലെങ്കിൽ വളരെയധികം ജനശ്രദ്ധ നേടിയ അല്ലെങ്കിൽ വളരെയധികം ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ അദ്ദേഹവും ഈ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കുചേരുകയാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നാഗമ്മയുണ്ട്. കണ്ണമ്മാളും
ഈ ഒരു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയാണ്. ഓക്കെ, അപ്പം പ്രധാന വനിതാ നേതാക്കളായിട്ട് വരുന്നത് നമുക്ക് പറയാവുന്ന നാഗമ്മയും കണ്ണമ്മാളുമാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു സത്യാഗ്രഹം എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഈ ഒരു സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത് 1925 നവംബർ 30-നാണ്. അപ്പോൾ മഹാത്മാഗാന്ധി വരികയും അദ്ദേഹം ആ സമയത്ത് തിരുവിതാംകൂറിലെ ഒരു പോലീസ് കമ്മീഷണറായിരുന്ന WH പിറ്റ്സ് അദ്ദേഹവുമായി സംസാരിച്ച്, അപ്പോൾ ഇതിനുശേഷം ഈ വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത് 1925 നവംബർ 30-നാണ്. അതായത് ആ ഒരു സമയത്ത് മഹാത്മാഗാന്ധി കേരളത്തിലേക്ക് എത്തുകയും മഹാത്മാഗാന്ധിയും പോലീസ് കമ്മീഷണറായിരുന്ന WH പിറ്റുമായിട്ടുള്ള ചർച്ചകളും ഒക്കെ പുരോഗമിക്കുകയും അതിനുശേഷമാണ് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് സത്യാഗ്രഹം പിൻവലിക്കുന്നത്. അങ്ങനെ 1925-ന് ഈ ഒരു സത്യാഗ്രഹം പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചർച്ചകൾക്ക് ശേഷം ചുറ്റുമുള്ള റോഡുകളൊക്കെ തന്നെ അങ്ങ് തുറന്നു കൊടുത്തു. പക്ഷെ എന്നാലും ഈ കിഴക്കേ റോഡ് അത് ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് അവശേഷിക്കാനുണ്ടായത്. ബാക്കിയുള്ള റോഡുകളെല്ലാം എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കയറാമെങ്കിലും ഈ കിഴക്കേ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു ഭാഗം അത് ബ്രാഹ്മണന്മാർക്ക് മാത്രമായിട്ടാണ് തുറന്നു കൊടുത്തത്. അതുകൊണ്ട് അതിന് പൂർണ്ണമായൊരു വിജയം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും അതൊരു വിജയം തന്നെ ആയിരുന്നു. കാരണം ഇങ്ങനെയുള്ള ചിന്തകൾ ആളുകളിലേക്ക് വന്നു, ആളുകൾ വളരെയധികം സംഘടിതരായി. ഇതാണ് പിന്നീട് നടക്കുന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്കൊക്കെ തന്നെ നയിക്കാനുള്ള കാരണമായതുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്താ, ഈ ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രവേശനം അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് താഴ്ന്ന ജാതിക്കാർക്ക് കയറാനുള്ളതിനും അതിലും ഒരു അനുവദനീയമായിട്ട് 1924 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പം അതിലും അവർക്കൊരു പെർമിഷൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഇതൊരു പാർഷ്യൽ സക്സസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പം നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നമുക്ക് സവർണജാഥ എന്ന് നമുക്ക് പറയാവുന്നത്. ഈ സവർണജാഥയും എന്തുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്, ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് സവർണജാഥ. സവർണജാഥ നയിച്ചതെന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നയിച്ചത് കേട്ടോ. മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നയിച്ചത്. അതുപോലെ ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1924 നവംബർ 1 കേട്ടോ. 1924 നവംബർ 1 ഈ പറയുന്ന സവർണജാഥ ആരംഭിച്ചത് എവിടെയെന്ന് വെച്ചാൽ വൈക്കത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് എത്തുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം വരെയാണ് ഈ പറയുന്ന സവർണജാഥ നയിച്ചത്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെയാണ് സവർണജാഥ നയിച്ചത്. 1924 നവംബർ 1 ആരംഭിക്കുകയും 1924 നവംബർ 12 ഈ സവർണജാഥ അവസാനിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടു എന്നതാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടതാണ് ഈ സവർണജാഥ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ത് തന്നെയാണ്, ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകുക, അതോടൊപ്പം തന്നെ അയിത്തോച്ചാടനം അല്ലേ, അതായത് അയിത്തം അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ ക്ഷേത്ര വഴികൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യം. അതായത് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ജാഥയായിരുന്നു ഈ പറയുന്ന സവർണജാഥ എന്ന കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് വരുമ്പം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1 അതായത് ഒഫീഷ്യലി ആരംഭിക്കുന്ന ഒരു ഡേറ്റ് ആണ് 1931 നവംബർ 1. പക്ഷെ ഇതിന് മുന്നേ എന്ത് ചെയ്തു, ചില പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ചില ജാഥകളൊക്കെ ആയിട്ട് ഇത് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് AK ഗോപാലൻ. അപ്പോൾ ഈ പറയുന്ന AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ഒരു ജാഥ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത്. AK ഗോപാലനും അതോടൊപ്പം തന്നെ ആരുണ്ട്, T സുബ്രഹ്മണ്യൻ തിരുമുമ്പും. അപ്പം ഇവരോടൊപ്പം എന്ത് ചെയ്തു, ഒരു ജാഥ പുറപ്പെടുകയാണ് എങ്ങോട്ടേക്ക്, ഗുരുവായൂരിലേക്ക്. അപ്പം ആ ജാഥ പുറപ്പെട്ട് 1931 ഒക്ടോബർ 21. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു രണ്ട് പേര് നിങ്ങളൊന്ന് ഓർമ്മ വെച്ചോളുക. അതുപോലെ തന്നെ നിങ്ങൾ ഓർമ്മ വെക്കേണ്ട പേരാണ് കേളപ്പൻ. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ കേളപ്പൻ. ഇതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു പേരാണ് P കൃഷ്ണപിള്ള. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കയറി മണിയടിച്ച ഒരു നേതാവാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് മർദ്ദനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പം നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വർഷമാണ് കേട്ടോ, 1931. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്ന വർഷം 1931. ഡേറ്റ് നവംബർ 1. ഡേറ്റ് അടുത്ത സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്, അവർണ ജാതിക്കാർക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സത്യാഗ്രഹം ഔദ്യോഗികമായി ആരംഭിച്ചെന്നാണ് നമ്മൾ പറഞ്ഞ ഡേറ്റ് അല്ലേ, 1931 നവംബർ 1. അതുപോലെ ഇതിന് നേതൃത്വം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാലാണ് കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി രാജാവ്, അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നില്ല,
ഒരു 10 മാസത്തോളം ഇവർ സമരം ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ വന്നപ്പോൾ കേളപ്പൻ അവിടെ എന്ത് ചെയ്യുകയാണ്, നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം നയിച്ച ആരാണ് എന്ന് ചോദിച്ചാൽ അതും ആരാണ്, കേളപ്പൻ തന്നെയാണ്. 1932 സെപ്റ്റംബറിലാണ് ഈ പറയുന്ന നിരാഹാരം അദ്ദേഹം ആരംഭിച്ചത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെയധികം വഷളാകും എന്ന് കണ്ടപ്പം മഹാത്മാഗാന്ധി ഇടപെടുകയും പുള്ളി നിരാഹാരം പിൻവലിക്കാനായിട്ട് പറയുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു പേരാണ് പി കൃഷ്ണപിള്ള എന്നൊരു പേര്, പി കൃഷ്ണപിള്ള എന്നൊരു പേര്. അപ്പം ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിൽ പ്രവേശിച്ച് മണിയടിച്ച നേതാവാണ് ഈ പറയുന്ന പി കൃഷ്ണപിള്ള. CPIയുടെ പ്രധാന നേതാവാണ്. ഇപ്പം പഴയ കാലത്തൊക്കെ PSC ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, മുഹമ്മയിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ച CPI നേതാവ് എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. അത് പി കൃഷ്ണപിള്ളയാണ് അതിന് ഉത്തരം. അതോടൊപ്പം തന്നെ അപ്പോൾ നിങ്ങൾ ഈ പേരൊന്നും മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം മർദ്ദനമേൽക്കുകയും വളരെയധികം ശാരീരിക അസ്വസ്ഥത നേരിടുകയൊക്കെ ചെയ്ത ഒരു നേതാവും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ആ സമയത്ത് ക്ഷേത്രം തുറന്നു കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. പക്ഷെ പൊന്നാനിയിൽ അതായത് ക്ഷേത്രം ഉൾപ്പെടുന്ന ഒരു പൊന്നാനി താലൂക്കിൽ ആ സമയത്ത് ഒരു റെഫറൻഡം കാര്യങ്ങളൊക്കെ നടത്തി, അതായത് ഒപ്പീനിയൻ പോൾ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴും 77% ആളുകൾക്കും എന്ത് ചെയ്യണമെന്നായിരുന്നു, ക്ഷേത്രം താഴ്ന്ന ജാതിയിലുള്ളവർക്കും തുറന്നു കൊടുക്കണം എന്ന് തന്നെയായിരുന്നു അവരുടെ അഭിപ്രായവും. അപ്പം അങ്ങനെ പല നാനാജാതിയിലുള്ള ആളുകൾ വരികയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്ത് ദേശീയ ശ്രദ്ധ ഈ സമരത്തിന് കിട്ടുകയും പിന്നീടുള്ള 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഒരു പ്രധാന കാരണമായി മാറുകയും ഒക്കെ തന്നെ ചെയ്ത ഒരു സമരമാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹമാണ് ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അങ്ങനെ വലിയൊരു പ്രാധാന്യമുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ക്ഷേത്രങ്ങൾ കാര്യങ്ങളൊന്നും തുറന്നു കൊടുത്തില്ലെങ്കിലും ഇത് ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നീട് ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത് 1947 ജൂൺ 2 ആ സമയത്ത് മദ്രാസ് പ്രൊവിൻസ് പാസ്സാക്കുന്ന നിയമത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ 1947 ജൂൺ 2 ഈ പറയുന്ന ക്ഷേത്രം പിന്നെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വിശേഷണം ഉണ്ടല്ലേ. എന്താ, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കാം, എന്താണ്, ജാതിയുടെ അടിസ്ഥാനത്തിൽ താഴ്ന്ന വിഭാഗക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ദുരാചാരത്തിനെതിരെ കേരളത്തിൽ നടന്ന സാമൂഹിക വിപ്ലവമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം. അതോടൊപ്പം തന്നെ എന്താ, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണ്, ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. വർഷം എന്ന് വെച്ചാൽ 1936 കേട്ടോ, 1936. അതുപോലെ തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ തീയതിയിലാണ് അത് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്നത്. 1936 നവംബർ 12 കേട്ടോ, 1936 നവംബർ 12 അദ്ദേഹത്തിൻ്റെ 24ാം പിറന്നാളിൽ എന്നാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്, ഉള്ളൂർ S പരമേശ്വരയ്യരാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് കേട്ടോ. ഉള്ളൂർ S പരമേശ്വരയ്യരാണ് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ, കേരളത്തിന്റെ ആധുനിക കവിത്രയം അല്ലെ, ആധുനിക കവിത്രയം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്, ആശാൻ അല്ലെ, കുമാരനാശാൻ, ഉള്ളൂര്, വള്ളത്തോള്. അപ്പം അതിൽപ്പെടുന്ന ആളാണ് ഉള്ളൂര്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്, നിങ്ങളെ ക്ലാസ് കണ്ടിട്ടുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം ആ ഒരു വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യരാണ്. ജാതിഭേദമന്യേ തിരുവിതാംകൂറിലെ എല്ലാ ഹൈന്ദവർക്കും ഈ വിളംബരം വന്നതോടെ തന്നെ എന്ത് ചെയ്തു, ക്ഷേത്രത്തിലെ പ്രവേശനം അനുവദിക്കാനുണ്ടായത്. തിരുവിതാംകൂറിലെ ജനങ്ങൾക്കാണ് ഈ പറയുന്ന എൻട്രി കാര്യങ്ങളെല്ലാം കൊടുത്തുന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അപ്പം ഇനി മലബാറിലെ ടെമ്പിൾ എൻട്രിയുടെ കാര്യം പറഞ്ഞു വരുമ്പം ഈ മലബാർ എന്ന പ്രദേശം നേരത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഓരോ പ്രസിഡൻസി ആയിട്ട്, അതായത് ബോംബെ, മദ്രാസ്, കൽക്കത്ത അങ്ങനെ പല പ്രസിഡൻസി ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ മദ്രാസ് പ്രസിഡൻസിയിൽ വരുന്നൊരു ഭാഗമായിരുന്നു മലബാർ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, മദ്രാസ് പ്രസിഡൻസി ഈ ഒരു ക്ഷേത്രപ്രവേശനമായിട്ട് ഒരു നിയമം പാസ്സാക്കിയാണ്. അപ്പോൾ അത് എന്താവും, അത് മലബാറിലും കൂടെ ആപ്ലിക്കബിൾ ആവും. അപ്പോൾ അങ്ങനെ മലബാറിലെ ഈ ഒരു ക്ഷേത്രപ്രവേശന നിയമം അത് പാസ്സാക്കുന്നത് 1947 അപ്പം ഈ ഒരു തീയതി എന്നു ചോദിച്ചാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഗുരുവായൂരിലെ ക്ഷേത്രത്തിൻ്റെ എൻട്രി നടപ്പാകുന്ന ദിവസത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, 1947 ജൂൺ 2. അപ്പോൾ ഇങ്ങനെ ജൂൺ 2 എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ ഇത് പാസ്സാക്കിയതെന്ന് വെച്ചാൽ മദ്രാസ് സർക്കാരാണ് ആ ഒരു നിയമം പാസ്സാക്കിയത്. ഇതിന് നേതൃത്വം നൽകിയത് ടി പ്രകാശമാണ് അല്ലെ, ആന്ധ്ര കേസരി എന്നൊക്കെ അറിയപ്പെടുന്ന ആദ്യത്തെ ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന
ടി പ്രകാശമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പം ആ ആക്ട് ഏതാണ് എന്നൊന്നും ചോദിക്കുകയല്ല, അതുകൊണ്ടാണ് ആക്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അത് മദ്രാസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആക്ട് 1947 ആണ് ആ ആക്ട്. ഇത് വെച്ചിട്ടാണ് ഈ ഒരു നിയമം ഒക്കെ പാസ്സാക്കുന്നത്. അപ്പം ആ ഒരു നിയമം ഏതാണോ അങ്ങനെയൊന്നും ചോദിക്കുകയല്ല. പക്ഷേ നമ്മളിത് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴികൾ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? അപ്പം മലബാർ മേഖലയിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം അനുവദിച്ചത് ഈ നിയമപ്രകാരമാണ്. അതോടൊപ്പം തന്നെ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന നിയമ നടപടിയായിട്ടും ഇത് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് 1936 ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഒരു മാതൃക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 31 ഗുരുവായൂർ സത്യാഗ്രഹം പറഞ്ഞു. അതുപോലെ തന്നെ 36 നടന്ന എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പറഞ്ഞു. അപ്പം ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ മാതൃക തുടർന്ന് ഒരു നടപ്പാക്കിയ നിയമമാണ് ഈ പറയുന്ന മദ്രാസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആക്ട് 1947 കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിലോട്ട് വരികയാണെങ്കിൽ ഇത് നടന്ന തീയതി എന്ന് പറഞ്ഞാൽ 1947 ഡിസംബർ 20 അതുപോലെ ഇത് പുറപ്പെടുവിച്ചത് ആരാന്ന് വെച്ചാലാണ് മഹാരാജ രാമവർമ്മ പരീക്ഷ തമ്പുരാനാണ് ഈ പറയുന്ന വിളംബരം പുറപ്പെടുവിച്ചത്. അതുപോലെ ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 1948 ഏപ്രിൽ 14 ഈ പറയുന്ന വിളംബരം പ്രാബല്യത്തിൽ വരുന്ന തീയതി. അതുപോലെ തന്നെ ജാതിഭേദമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു 1948 ഏപ്രിൽ 14 ആയപ്പോഴത്തേക്കും ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അവർക്ക് പ്രവേശനം നൽകാനും അതുപോലെ തന്നെ ആരാധന നടത്താനും ഒക്കെ ഈ നിയമം അധികാരം നൽകിയാണ് ഉണ്ടായത്. അപ്പം നമുക്ക് പാലിയം സത്യാഗ്രഹത്തിലേക്കൊന്ന് പോകാം. അപ്പം ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഇതും വൈക്കം സത്യാഗ്രഹം പോലെ തന്നെ അതുപോലെ ഏതാണ്ടൊരു സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് വൈക്കം സത്യാഗ്രഹത്തിലും വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുള്ള വഴിക്കാണ് എന്ത് വന്നത്, ബുദ്ധിമുട്ട് വന്നത്. അല്ലെങ്കിൽ അതിലൂടെ ആണ് വിവിധ ജാതിയിലുള്ളവർക്ക് യാത്ര ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പാലിയം സത്യാഗ്രഹത്തിലും. കൊച്ചിയിലെ നാടുവാഴിയായിരുന്ന പാലിയത്തച്ഛൻ്റെ ആ ഒരു വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ കുടുംബക്ഷേത്രത്തിൻ്റെ ചുറ്റിനുള്ള വഴി അത് അധസ്ഥിത വിഭാഗത്തിലുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് അനുവാദമില്ലായിരുന്നു. അപ്പം ഇതിനെതിരെ ഉള്ള ഒരു പ്രക്ഷോഭമാണ് ഈ പറയുന്ന പാലിയം സത്യാഗ്രഹം. ഏതാണ്ട് 97 ദിവസം നീണ്ടു നിന്ന സമരമാണ് കേട്ടോ. 97 ദിവസമാണ് ഈ ഒരു സമരം നീണ്ടു നിന്നത്. അതുപോലെ തന്നെ എല്ലാ ജാതിയിലുമുള്ള ഒരു പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം പങ്കെടുത്തതാണ്. SNDP, പുലിയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവ ഇവരുടെ എല്ലാം സഹകരണത്തോടെ നടന്ന ഒരു സമരം കൂടിയാണ് ഈ പറയുന്ന പാലിയം സത്യാഗ്രഹം. ഇതിനകത്ത് പ്രധാന സ്ത്രീ പങ്കാളിത്തം എന്ന് പറയാവുന്ന രണ്ടുപേരാണ്. ഒന്ന് ആര്യപ്പള്ളം, അതുപോലെ തന്നെ പ്രിയദത്ത. അപ്പം ആര്യപ്പള്ളം, പ്രിയദത്ത എന്നിവരാണ് ഇതിനകത്തെ പാലിയം സത്യാഗ്രഹത്തിലെ പ്രധാന സ്ത്രീ പങ്കാളിത്തമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ സമരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതെന്ന് വെച്ചാൽ C. കേശവനാണ് ഈ ഒരു സമരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇനി നമുക്ക് ഓർമ്മയിൽ വെക്കേണ്ട 2 നേതാക്കന്മാരാണ്. അതായത് പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മ വെക്കേണ്ട 2 നേതാക്കന്മാരും കൂടി ഉണ്ട്. ആരാണ്? ഒന്ന് AK ഗോപാലനും AG വേലായുധനും. ഇപ്പോൾ AK ഗോപാലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പോലീസിൻ്റെ നിരോധനാജ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ലംഘിച്ച് അവിടെ വന്ന് പങ്കെടുത്ത ഒരു നേതാവാണ് ഈ പറയുന്ന AK ഗോപാലൻ. അത് അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു സമരത്തിന് വളരെയധികം ശ്രദ്ധ കിട്ടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ സമരത്തിലെ പോലീസിൻ്റെ മർദ്ദനത്തെ തുടർന്ന് രക്തസാക്ഷിയായ ഒരു നേതാവാണ് AG വേലായുധൻ. അപ്പോൾ ഈ 2 പേരും നിങ്ങളൊന്ന് ഓർമ്മയിലൊന്ന് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 1948 ഏപ്രിലിൽ ക്ഷേത്രപ്രവേശനം അനുവദിച്ചതോടെ എന്ത് ചെയ്തു, ഈ ഒരു പാലിയം റോഡിലൂടെ എല്ലാ വിഭാഗം ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഉണ്ടായത് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു പ്രക്ഷോഭമാണ് ഈ പറഞ്ഞ കണ്ടോത്ത് ആക്രമണം. 1930 നടന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും അവസാനം വെച്ചതെന്ന് വെച്ചാൽ പ്രാധാന്യമുള്ളത് ആദ്യമേ പറയുന്നു എന്നുകൊണ്ട് മാത്രമാണ്. അപ്പം കണ്ടോത്ത് ആക്രമണത്തെ പറ്റി പറയുമ്പോൾ കണ്ടോത്ത് ക്ഷേത്രത്തിൽ കണ്ണൂരുള്ള ഒരു സ്ഥലമാണ്. അപ്പം പയ്യന്നൂരിനടുത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം കണ്ടോത്ത് ക്ഷേത്രത്തിന് സമീപത്തെ ആ ഒരു പൊതു റോഡ് താഴ്ന്ന ജാതിക്കാർക്ക് നേരത്തെ എന്ത് ചെയ്തിരുന്നു, തുറന്നു കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഈ പറയുന്ന കണ്ടോത്ത് പ്രക്ഷോഭം. അപ്പോൾ അതിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഈ പറഞ്ഞ കണ്ടോത്ത് ആക്രമണം. അപ്പോൾ ഈ ഒരു സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഹരിജനങ്ങൾക്ക് എന്ത് ചെയ്യുക, റോഡ് തുറന്നു കൊടുക്കുക എന്നതാണ്. ഇവിടെ AK ഗോപാലൻ, AK കേരളീയൻ എന്നിവരാണ് ഇതിൽ പങ്കെടുത്ത പ്രധാന നേതാക്കന്മാർ. അപ്പം ഇവർ ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, തീയർ പ്രമാണിമാർ, ആ സ്ഥലത്തെ തീയർ പ്രമാണിമാർ, അതോടൊപ്പം തന്നെ അവരുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ അടക്കമുള്ളവർ ഈ കുറുവടി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഇവരെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ആക്രമണത്തിൽ AKGക്കും അതുപോലെ തന്നെ എന്താണ് AK ഗോപാലൻ, അതായത് AKGക്കും അതുപോലെ എന്താ AK കേരളീയൻ എന്നിവർക്ക് വളരെ വലിയ പരിക്ക് തന്നെ ഏറ്റു. അപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ഈ ഒരു റോഡ് എല്ലാവർക്കും ആയിട്ട് തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സുകളിലാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ നമ്മൾ കവർ ചെയ്യും. ഒരു 4-5 ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക്ക് തീരാനുള്ള സാധ്യതയുണ്ട്. അത്രയും വളരെ കുറച്ചേ ഉള്ളൂ. ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും, അത് നമ്മുടെ എല്ലാ ടോപ്പിക്കും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിൽ ലെങ്തി ആയിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് വരുന്നത് ഈ പറയുന്ന നവോത്ഥാന നായകരാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്ത് തീർക്കും. ഓക്കെ.